ഇപ്പം ഈ ലൂസിഫറിലെ തന്നെ പല സീനുകളും ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സീനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എമ്പുരാനിൽ? ഉറപ്പായിട്ടും ഉണ്ടാവും, ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഗൂസ് ബംസ് ഉണ്ടാവുമല്ലോ എന്ന് പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ടിട്ടാണ് അറിയേണ്ടത്. ബാറോസ് മൂവി ഇറങ്ങിയതിന് ശേഷം ആ മൂവിയെക്കാട്ടും കൂടുതൽ എയറിൽ പോയ വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ. കാര്യം പൃഥ്വിരാജ് പലപ്പോഴും ബാറോസിനെ പറ്റിയിട്ടായാലും മരക്കാരനെ പറ്റിയിട്ടായാലും പല ഇന്റർവ്യൂസിലും വന്നിട്ട് ഭയങ്കര ഓവറായിട്ടാണ് സംസാരിച്ചത്. ഭയങ്കര കിടിലമായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ എനിവേ ആ ഒരു പടം ഇറങ്ങിയപ്പോഴത്തേക്ക് പ്രതീക്ഷ പോലെ അത്രയ്ക്ക് വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. അതിനുശേഷം ആൾക്കാരെല്ലാവരും കൂടെ എടുത്തിട്ട് പൃഥ്വിരാജിനെ നല്ല രീതിയിൽ ട്രോളുന്നുണ്ടായിരുന്നു. ആ ട്രോളിയെ കുറച്ച് സംഭവങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. മരക്കാർ ഐനോ ഇപ്പോൾ റിലീസിന് മുമ്പ് എത്ര രൂപയാണ് ആ സിനിമ ബിസിനസ് വൈസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുമ്പോൾ യു വിൽ ബി ഷോക്ക്ഡ്. എനിക്കറിയാം, പക്ഷേ ഞാൻ ആ പടത്തിന്റെ പ്രൊഡ്യൂസറോ ഒന്നും അല്ലാണ്ട് എന്നോട് പറയുന്നില്ല. വെളിയിൽ എനിക്കറിയില്ല എത്രത്തോളം അതിനെക്കുറിച്ച് അറിയുന്നത്. ഇറ്റ്സ് എ ബിഗ് ഫിലിം. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഒരുപാട് പൊക്കി പറയാൻ അവകാശമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സിനിമ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ ഞാൻ ഇങ്ങനെ ഒരു സാന്നിധ്യം വായിച്ചിട്ടില്ല. ബാറോസ് എന്ന സിനിമ ഇന്ന് ലോകത്ത് സംവിധാനം ചെയ്യാൻ എന്റെ അറിവിൽ ഏറ്റവും നല്ല ആള് ലാലേട്ടനാണ്. ഈ ബാറോസ് അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഷൂട്ടിംഗ് നടക്കാതെ പോയിട്ട് ഇപ്പോൾ രണ്ടാമത് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ ആടുജീവിതത്തിന് പോകേണ്ട ഒരു സമയത്താണ് വീണ്ടും തുടങ്ങിയത്. അല്ലെങ്കിൽ അവിടെ ലവ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് ഫിലിം. അതിന് നോ ബൗണ്ടറീസ്, ഇതിന് ബഡ്ജറ്റ് ഒന്നുമില്ല. എന്നോട് എപ്പോഴും പറയും ബാറോസിന് ബഡ്ജറ്റ് ഇല്ല. അപ്പം ഇത്തരം കാര്യങ്ങളായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞത്. എനിവേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പടം പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ ഹിറ്റായിട്ടില്ല. പിള്ളേർക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളൊരു പടമായിരുന്നു ഈ പറയുന്ന ബാറോസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതുമാണ്. എനിവേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാൾ ഡയറക്ടർ എന്നുള്ള നിലയിലും നടൻ എന്നുള്ള നിലയിലും പുള്ളിയുടെ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്. കാര്യം പലപ്പോഴും പല കാര്യങ്ങൾ പുള്ളിക്കാരൻ സംസാരിക്കുന്നതായാലും പല കാര്യങ്ങൾക്കും പുള്ളിക്കാരന് വ്യക്തമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ്. കാര്യം പല വിഷയങ്ങൾ നമ്മൾ ഈ റീസെൻ്റ്ലി എടുത്ത് നോക്കിയാലും പുള്ളിയുടെ അഭിപ്രായങ്ങൾ വന്ന് വളരെ മാന്യമായിട്ട് തന്നെ പുള്ളി വന്ന് സംസാരിച്ചിട്ട് പോയിട്ടുണ്ട്. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് എവിടെങ്കിലും മൂലയിൽ കയറി ഒളിച്ചിരുന്ന് വാ മൂടി മിണ്ടായിരിക്കുന്ന ഒരു പരിപാടി എന്തായാലും പൃഥ്വിരാജിനില്ല. എന്തായാലും ഡയറക്ടർ എന്നുള്ള നിലയിൽ പൃഥ്വിരാജിൻ്റെ ഇനി ഇറങ്ങാൻ പോകുന്നൊരു പടമാണ് എമ്പുരാൻ. ലൂസിഫറിനകത്ത് നമ്മൾ കണ്ടതാണ് പുള്ളി കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടികളല്ല. കാര്യം അതിഗംഭീരമായിട്ടുള്ളൊരു പടമായിരുന്നു ലൂസിഫർ. എന്തായാലും അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എമ്പുരാൻ. അപ്പോൾ എമ്പുരാൻ മൂവി ഈ മാർച്ചിൽ റിലീസ് ആവുകയാണ്. അപ്പോൾ ആ മൂവിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ടോവിനോ തോമസ് വന്ന് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഈ ഐഡന്റിറ്റി മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി വന്ന സമയത്തായിരുന്നു ഈ എമ്പുരാനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും നമുക്ക് അതും കൂടി കാണാം. എന്തായാലും ട്രോളുന്ന ആൾക്കാർ ഇതും കൂടിയൊക്കെ കാണുന്നത് നന്നായിരിക്കും. അതുപോലെ ടോവിൻ്റെ അടുത്തേക്ക് വരാണ് എമ്പുരാൻ. ഇത്തവണ ഞങ്ങൾ എന്ത് മാസമാണ് പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ കണ്ടെടുത്തോളം അത് ലൂസിഫർ എന്നുള്ള സിനിമയേക്കാൾ വലിയൊരു സിനിമയാണ്. അതിൻ്റെ വലിപ്പത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു കുറേ അതിനേക്കാൾ കഥാപരമായിട്ടും ഇച്ചിരി ബിഗ്ഗർ ക്യാൻവാസാണ്. അതിപ്പോൾ ലൂസിഫർ എന്നുള്ള സിനിമ തീരുന്ന പോയിന്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അവിടെ നിന്നാണല്ലോ എമ്പുരാൻ തുടങ്ങുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ക്യാരക്ടറാണെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ ക്യാരക്ടർ ഉള്ളത്. നല്ല കലക്കൻ ക്യാരക്ടർ ആർക്കാണ്. എനിക്ക് ടോവിനോട് ഈ സംസാരം കേൾക്കുമ്പോഴേ അറിയാം ഭയങ്കര പേടിച്ചിട്ടാണ് പറയുന്നത്. കാര്യം ഈ മൂവിയുടെ ഷൂട്ടിംഗ് സമയത്ത് തൊട്ട് ഇവർ ഓൾറെഡി തീരുമാനിച്ചൊരു കാര്യമാണ് ഈ മൂവിയെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്തു പോകരുത്, പ്രത്യേകിച്ച് വളരെ സീക്രട്ട് ആയിരിക്കണമെന്ന്. അത് അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അറ്റോ മുറി മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതൊന്നും അല്ല സംഭവം. പുള്ളിക്കാരൻ ഭയങ്കര പരിപാടികളാണ് അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഒരു പടം പൊട്ടിയെന്ന് വെച്ചിട്ട് എല്ലാവരും ട്രോളാനായിട്ട് ഭയങ്കരമായിട്ട് കാണും. പ്രത്യേകിച്ച് ബാറോസ് എന്ന് പറയുന്ന മൂവിക്കകത്ത് ഇപ്പോൾ ലാലേട്ടനെ ഒരുപാട് ആൾക്കാർ എടുത്തു വെച്ച് ട്രോളുന്നുണ്ട്. പക്ഷേ ആ ഒരു മനുഷ്യനെ വീണ്ടും ഈ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞാൽ തല ചുമന്നുകൊണ്ട് നടക്കും. കാര്യം അങ്ങനെയാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേട്ടു നോക്കാം. ഈ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 2-3 ദിവസം എങ്കിലും അല്ലെങ്കിൽ 3-4 ദിവസം കൂടുതൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുണ്ടാവും ഈ സിനിമ. പക്ഷെ ഞാൻ എപ്പോഴും രാജുവിൻ്റെ ഡിറക്ഷനിൽ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര സുഖമാണ്. ഒന്നാമത് പുള്ളിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്, ഭയങ്കര പ്രിസൈസാണ്. അപ്പം നമ്മൾ പെർഫോമൻസിനെ പറ്റിയിട്ട് നമ്മൾ വേറെ വറി ചെയ്യേണ്ട കാര്യമില്ല, പുള്ളി നോക്കിക്കോളും കാര്യം. പിന്നെ നല്ല രസമാണ് അങ്ങനത്തെ ഒരു ഭയങ്കര കോൺഫിഡൻ്റ് ഉള്ള പ്രിസൈസ്ലി എന്താ വേണ്ടതെന്നൊക്കെ അറിയാവുന്നൊരു ഡയറക്ടർ. പക്ഷെ നമുക്ക് വേറെ കൗതുകം കൂടെ ഉണ്ട്. ഇവിടുത്തെ ഒരു ടോപ്പ് മുൻനിരയിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ്. ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുള്ള 100-ലധികം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. ആ എക്സ്പീരിയൻസ് മുഴുവൻ, അതായത് ഇപ്പോൾ പഴയ ജനറേഷൻ്റെ ആ ഒരു പ്രിസിഷനും പുതിയ ജനറേഷൻ്റെ ആ ഒരു പുതിയ ടെക്നോളജിയും ഒക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് സിനിമ എന്ന ഒരു ഡയറക്ടറെ കാണുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നടനും കൂടെ ആകുമ്പോൾ അത് ഭയങ്കര കൗതുകമാണ് വർക്ക് ചെയ്യാനായിട്ട്. അതാണ് എനിക്ക് എമ്പുരാനും ലൂസിഫറൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ കൗതുകം അതാണ്. ഇങ്ങനെയാണ് ഇത് കഴിയുമ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യും. മറ്റേ ഒരു സുഖാന്ത് ഗോയൽ എന്നുള്ള ആക്ടറൊക്കെ ഉണ്ടായിരുന്നു ഹിന്ദിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിയുമ്പോൾ ഞങ്ങൾ ഒരു ഷോട്ട് കഴിയുമ്പോഴത്തേക്കും കട്ട് ഷോട്ടൊക്കെ എന്ന് പറയുമ്പോൾ
ഷോട്ട് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അത് പ്ലേ ബാക്ക് ഒക്കെ നോക്കിയിട്ടാണ് സാധാരണ നമ്മള് 90% സിനിമകളിലും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കട്ട് ഷോട്ട് ഓക്കെ എന്താ പറയണേ. ടോവിനോയുടെ എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇനിവേ ഈ ഒരു മൂവി ഇറങ്ങുമ്പോൾ അറിയാം നമുക്ക് എന്തായിരിക്കുമെന്ന്. കാര്യം എന്തായാലും എന്താ പറയണ്ട, ഇത് ഭയങ്കര മോശമായിട്ടുള്ളൊരു മൂവി ആയിട്ട് പോകാനായിട്ടുള്ളൊരു ചാൻസസ് ഭയങ്കര കുറവാണ്. പ്രത്യേകിച്ച് ലൂസിഫർ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആ ഒരു എൻഡ് തന്നെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, വർക്ക് ചെയ്തിരിക്കുന്ന ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവർ ഡേ ആൻഡ് നൈറ്റ് ഇതേന്നും പറഞ്ഞിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം ആൾക്കാരിലോട്ട് എത്തുമ്പോഴത്തേക്ക് അത്രയും കിടിലമായിട്ട് തന്നെ ആയിരിക്കും. ഇപ്പം എന്തായാലും മാർക്കോ എന്ന് പറയുന്ന ഒരു മൂവി എത്തിയില്ലേ, മാർക്കോ എന്ന് പറയുന്ന ഒരു മൂവി വന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിറക്കിയ ഒരു മൂവിയാണ്, ഒരുപാട് കാശും ചിലവാക്കി ഇറക്കിയ മൂവിയാണ്. ആ മൂവിയെ പറ്റിയിട്ടാണ് ആൾക്കാർ വന്ന് വളരെ മോശമായിട്ട് വന്നിരുന്ന് സംസാരിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ എമ്പുരാൻ എന്ന് പറയുന്നൊരു മൂവിയുടെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ട്. ഇതും നല്ല കിടിലമായിട്ട് വരണമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെ ആയിരിക്കും ഈ ഒരു സംഭവം. എന്തായാലും ഇത്രയും കേട്ടപ്പം തന്നെ എനിക്ക് അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്. ഇനി റിപ്പോർട്ടർ ടിവിക്കകത്ത് അരുണും ടോവിനും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിനകത്തും ഈ പറയുന്ന എമ്പുരാനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. കാര്യം എമ്പുരാന്റെ പല സീൻസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലൂസിഫറിലെ പല സീൻസും നമുക്ക് കാണുമ്പോഴത്തേക്ക് ഗൂസ് ബംസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലുള്ള സീനുകൾ എമ്പുരാനിൽ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. പൃഥ്വിയുടെ ആദ്യം ഡയറക്ട് ചെയ്ത സിനിമയിൽ ഏറ്റവും നിർണായകമായ വേഷം ചെയ്യുന്നു, ഇപ്പോൾ എമ്പുരാൻ വരാൻ പോകുന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് രാജുവേട്ടൻ ഇപ്രാവശ്യം എമ്പുരാൻ്റെ ഷൂട്ട് ഫസ്റ്റ് ഞങ്ങൾ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് കോംപ്ലിമെന്റ്സിന് വേണ്ടി ചോദിക്കാറുമില്ല. അങ്ങനെ ഒരു ഡ്രമാറ്റിക് കോംപ്ലിമെന്റ്സ് പരിപാടി അങ്ങോട്ടും പറയാറില്ല. രാജുവേട്ടനാണോ വിളിക്കുന്നത് പൃഥ്വിയെ? അത് എനിക്കൊരു ചേട്ടൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് പുള്ളി കാണുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. വെരി ഫ്യൂ വേർഡ്സ് എൻ്റെ സ്പിരിറ്റ്സ് ഭയങ്കര ഹൈ ആക്കി തന്നു. അതായത് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, എല്ലാത്തിലും ഡിക്ഷൻ ആണെങ്കിലും എല്ലാ പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളി. താങ്ക് യു. അത് തരുന്ന കോൺഫിഡൻസ് ഭയങ്കര അടിപൊളിയാണ്. എമ്പുരാൻ വലിയ എക്സ്പെക്ടേഷനിൽ ഇരിക്കുന്ന ഒരു മൂവിയാണ്. പ്രത്യേകിച്ച് ലൂസിഫർ എന്ന് പറയുന്ന ഫിലിം ഉണ്ടാക്കിയ ഒരു ഓളം, ആ ഓളത്തിന് മുകളിൽ നിന്നില്ലെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമേ എന്തൊരു ഫീല് ടൊവിനോയ്ക്ക്? ഓവർ പ്രതീക്ഷയായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മൂവി. ഈ മൂവി എങ്ങാനും ഇറങ്ങിയിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളൊരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളി ഇൻഡയറക്ട്ലി സംസാരിച്ചത്. കാര്യം ആ മൂവി ഇറങ്ങിയിട്ട് എങ്ങാനും ഇനി പൊട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. പക്ഷേ എനിവേ അങ്ങനൊന്നും സംഭവിക്കുന്നില്ല തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. 90% അങ്ങനെ ഒരു സംഭവം നടക്കാനായിട്ട് ചാൻസസ് കുറവാണ്. എന്തായാലും ഈ മൂവി എഡിറ്റ് ചെയ്ത സമയത്തും പിന്നെ ഈ മൂവിയുടെ മ്യൂസിക് കൊടുത്ത സമയത്തും ഓരോ ആൾക്കാർ വന്ന് പറയുന്നത്, കാര്യം ആൾക്കാർക്ക് കൂടുതൽ പറയാനായിട്ട് പേടിയാണ്. പക്ഷേ പല കാര്യങ്ങൾ വെച്ച് പറയുമ്പോഴത്തേക്ക് നമുക്കത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല കിട്ടുന്ന സാധനമാണ് അതിനകത്ത് വെച്ചിരിക്കുന്നതെന്ന്. അല്ലെ, ബാക്കിയോടെ കണ്ടുപോകാം. അതിൻ്റെ സംവിധായകന് നല്ല കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതെന്താണ് ആ സിനിമ അച്ചീവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നല്ല ധാരണയുള്ള ആൾ തന്നെയാണ്, അത്ര ബോധ്യമുള്ള ആളാണ്. അത് കാരണം അതിൽ അഭിനയിക്കുന്ന എനിക്കൊന്നും ഒരു ടെൻഷനില്ല. ആ പുള്ളി അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൂസിഫറിലെ തന്നെ പല സീനുകളും ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സീനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എമ്പുരാനിൽ? ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഗൂസ് ബംസ് ഉണ്ടാവില്ല എന്ന് പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ടിട്ടാണ് അറിയേണ്ടത്. പക്ഷേ അതിനുള്ള പരിപാടികളൊക്കെ ആ സിനിമയിലുണ്ട്. അത്രയും പരിപാടികളെല്ലാം അതിനകത്ത് കാണിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് ടോവിനോ പറയുന്നത്. ഇനി എന്തായാലും മൂവി ഇറങ്ങിയതിന് ശേഷം എന്തായാലും നോക്കാം. എന്തായാലും പൃഥ്വിരാജിനെ ഇപ്പോൾ ട്രോളുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുമാത്രമല്ല മോഹൻലാലിനെ ട്രോളുന്ന ആൾക്കാരുണ്ട് ബാറോസ് മൂവി ഇറങ്ങിയതിന് ശേഷം. അപ്പം എല്ലാവരും ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. ഈ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും സംസാരിക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ട്രോളുന്നവർ നാളെ പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യും. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനായാലും മോഹൻലാലായാലും ഇവർ അഭിനയത്തിൽ ഇവർ നമ്മളെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഈ പറയുന്ന പൃഥ്വിരാജ് ആണെങ്കിൽ ഇപ്പം ഡയറക്ഷനിലൂടെ വന്ന് അതും കിടിലമാക്കി. ബ്രോഡ് ആഡി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും അത്യാവശ്യം നല്ല ഹിറ്റായിരുന്നു. ലൂസിഫർ, ഇനിയിപ്പോൾ അടുത്ത എമ്പുരാൻ. ഇപ്പം ബാറോസ് എന്ന് പറയുന്ന മൂവിയാണ് ആദ്യമായിട്ട് ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്തത്. അത് അൺഫോർച്ചുനേറ്റ്ലി പ്രതീക്ഷ പോലെ പടം ഹിറ്റായില്ലെങ്കിൽ പോലും പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് പടം ഇറങ്ങുമ്പോൾ അറിയാം എന്തായിരിക്കുമെന്ന്. ഇതിൻ്റെ ടീസറൊക്കെ ഉടനെ തന്നെ കാണുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.